ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ്. ഇത് തൊടുപുഴ രാമമംഗലം ഹൈവേയിൽ പണ്ടപ്പള്ളിക്ക് സമീപമുള്ള സ്ഥലമാണ്. എറണാകുളം ജില്ലയിലാണ് സ്ഥലം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്ന് പോവാം. 1 ഏക്കർ 75 സെൻറ്റ്. അത് 1 ഏക്കർ 75 സെൻറ്റ് എന്ന് പറയുമ്പോൾ ആ റോഡിനൊക്കെ ഒരു കുറച്ച് സ്ഥലം പോയിട്ടുണ്ട്. അപ്പം ഒരു 10 സെൻറ്റ് കുറവ് വരാൻ സാധ്യതയുണ്ട്. പട്ടയത്തിൽ 1 ഏക്കർ 75 സെൻറ്റാണ് സ്ഥലം. അപ്പോൾ അങ്ങനെ അത് അളന്ന് തിട്ടപ്പെടുത്താം, കുഴപ്പമില്ല. 10 സെൻറ്റോളം കുറവ് വരാൻ സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ ഹൗസ് ഓണർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ സ്ഥലം മൊത്തത്തിലൊന്ന് ചുറ്റി നടന്ന് കാണാം. എന്നിട്ട് അതിൻ്റെ ബാക്കി കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. എല്ലാ സൗകര്യമുള്ള 1 ഏക്കർ 75 സെൻറ്റ് സ്ഥലമാണ് പട്ടയത്തിൽ ഉള്ളത്. പിന്നെ 1800 സ്ക്വയർ ഫീറ്റ് എല്ലാ പണിയും തീർന്ന വീടും ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് തൊട്ടടുത്ത് തന്നെ ദേവാലയങ്ങളുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അതുപോലെ അമ്പലമുണ്ട്, എല്ലാം ഉണ്ട്. തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട്. അപ്പോൾ എല്ലാ സൗകര്യമുണ്ട് ഈ സ്ഥലത്തിന്. റോഡ് ഫ്രണ്ടേജ്, ടാർ റോഡ് ഫ്രണ്ടേജ് ഒരു 300 അടി ടാർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇതിന്. അപ്പോൾ അത് ടാർ റോഡ് ഫ്രണ്ടേജ് കൂടെ ഞാനിപ്പോൾ നടന്നു പോകുന്നത്. അപ്പോൾ അതങ്ങനെ ഏകദേശം 3 വശം റോഡാണ് വരുന്നത്. അപ്പോൾ അത് ഫ്രണ്ട് കഴിഞ്ഞിട്ട് ഒരു സൈഡ് ഇങ്ങനെ വരും. ഇതുണ്ടോ, കല്ല് കെട്ടിയേക്കോ, അതൊക്കെ ഫിനിഷ് ചെയ്യാനുള്ളതാണ്. അതെല്ലാം ഈ കണ്ടീഷനിലാണ് മേടിക്കണമെങ്കിൽ അങ്ങനെ അതെല്ലാം ഫിനിഷ് ചെയ്ത് തരാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതങ്ങനെ ചെയ്തു തരും. ഇതുണ്ടോ, ഇത് പിന്നെ അവിടെ നിന്ന് ഇതിങ്ങനെ ഈ സൈഡും അങ്ങനെ 3 സൈഡ്, ഏകദേശം 3 സൈഡ് റോഡാണ്. റോഡ് ഫ്രണ്ടേജ് എല്ലാം നല്ല കരിങ്കല്ല് കെട്ടി എല്ലാം നല്ല ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഞാൻ മൂല ഒരു ശകലം നേരത്തെ കണ്ടത് കെട്ടാനുണ്ട്. ഇതിങ്ങനെ എല്ലാം നല്ല 3 വശം ടാർ റോഡ് ഫ്രണ്ടേജുള്ള സ്ഥലമാണ്. 1 ഏക്കർ 75 സെൻറ്റ് സ്ഥലം, അതിൻ്റെ കൂടെ 1800 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. നമുക്ക് ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും പിന്നീട് വീടിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ കാണാം. നമുക്ക് അതിലേക്ക് ഇറങ്ങിയാലോ. അപ്പോൾ ഈ സ്ഥലം അന്വേഷിക്കുന്നവർ, വാങ്ങാൻ ഒക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇത് ഒരുപാട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലത്തിൻ്റെ A to Z ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഞാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വന്ന് കാണുന്ന ഒരു ഫീലിംഗ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അത് കാണുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ കഴിവതും കണ്ടാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഓക്കെ, ഈ കല്ല് കാണുന്നില്ലേ, ഇവിടെ ആ കാണുന്ന ആ മൂല ഒരതിരാണ്. അതിൻ്റെ മുകളിലൊരു 10 സെൻറ്റ് ആ കുഞ്ഞൊരു വീട് ഇരിപ്പുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. അതും ആ സ്ഥലവും കൂടെ അവർ ഇത് മേടിക്കുന്ന ആൾക്കാർക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ തരാമെന്നാണ് ഇപ്പം ആ ചെറിയ വീട്ടിലെ ഉടമസ്ഥൻ പറയുന്നുണ്ട്. അപ്പോൾ മേടിക്കുന്ന ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് മേടിക്കാം. അപ്പം അവിടെ ഒരു ചെറിയ കട്ടിങ് വരില്ല, ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ട് ബാക്കി മൊത്തം ഇങ്ങനെ കിട്ടും. അല്ലെങ്കിൽ ആ 10 സെൻറ്റ് അവിടെ ഒരു ചെറിയ കട്ടിങ് ആയിട്ട് അവിടെ കിടക്കും. അപ്പോൾ അത് ഞങ്ങൾ നോക്കാൻ വന്നപ്പോൾ പുള്ളി ഇതും കൂടെ ചേർത്ത് വേണമെങ്കിൽ തരാട്ടോ എന്ന് പറയുന്നതാണ് കാണുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കുമ്പോൾ അതും കൂടെ ചേർത്ത് വേണമെങ്കിൽ മേടിക്കാം. ഇതിനോട് ആനുപാതികമായിട്ടുള്ള ഒരു റേറ്റ് ആയിരിക്കും അതിനും ഏകദേശം പറയുന്നത്. അപ്പോൾ ഇത് 220 റബ്ബറാണിത്. അതായത് 6 വർഷം വെച്ചിട്ട് ഇപ്പോൾ റീപ്ലാന്റ് ചെയ്തിട്ട് 6 വർഷമായി. 220 റബ്ബറുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ വീടിൻ്റെ സ്ഥലം പോയിട്ടാട്ടോ. 1 ഏക്കർ 75 സെൻറ്റ്, അതിൽ ഒരു 10 സെൻറ്റ് ചിലപ്പോൾ കുറവ് വരും. അപ്പം 1 ഏക്കർ 60 സെൻറ്റ് വരും. അപ്പോൾ അതിനകത്ത് വീടിൻ്റെ സ്ഥലം പോയിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് 220 റബ്ബറുണ്ട്. പിന്നെ ഏകദേശം ഒരു 70ഓളം തേക്ക് ഉണ്ട്. ഈ കാണുന്ന റബ്ബറിൻ്റെ അത്രയൊക്കെ മുഴുപ്പ് ആയിട്ടുള്ളൂ തേക്കിന്. പിന്നെ റീപ്ലാന്റ് ചെയ്തപ്പോൾ ബാക്കി മരങ്ങളൊക്കെ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞായിരുന്നു. പിന്നെ 3 കായ്ക്കുന്ന പ്ലാവുണ്ട്.
ഓക്കെ ഓക്കെ. നിറച്ച് ചക്കയുള്ള പ്ലാവുണ്ട്. അതുകൊണ്ടങ്ങനെ നേരെ പോകണം. ഇതേ കാണുന്നതാണ് അതിര്. ഇതേ പിന്നെ ഇവിടെ ഒരു ആഞ്ഞിലി ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവരുടെ ആ ആ മരത്തിൻ്റെ ഇടയ്ക്ക് അതേ നിൽക്കുന്ന ഒരു ആഞ്ഞിലിയാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. ആ ആഞ്ഞിലിയാണ് ഇവിടുത്തെ ഒരതിര് വരുന്നത്. ആ ആഞ്ഞിലിയുടെ ഇപ്പുറത്തേക്കാണ് വരുന്നത്. പിന്നെ മുകളിലൊരു ചെറിയ വീട് കാണാം. ആ വീടിനോട് ചേർന്നാണ് അവിടുത്തെ ആ സൈഡിലെ അതിര് വരുന്നത്. ഈ 6 വർഷം പ്രായമായ റബ്ബർ തൈ എന്ന് പറയുമ്പം അത് ശരിക്കും ഇപ്പം മാർക്ക് ചെയ്ത് വെട്ടാറായി. അപ്പോൾ അതിനകത്തൊരു നല്ല വരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം വെട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ. ഒരു ആവറേജ് വില എന്തായാലും റബ്ബറിനുണ്ട്. തീരെ അങ്ങോട്ട് നേരത്തെയൊക്കെ ഒരുപാട് താഴെ പോയിരുന്നു. പക്ഷേ ഇപ്പം എന്നാലും അത്യാവശ്യം ആവറേജ് വിലയുണ്ട്. അപ്പോൾ 220 റബ്ബർ വെട്ടി തുടങ്ങിയാൽ ഡെയിലി ഒരു നല്ല വരുമാനം ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കൊടംപുളി കാച്ചു തുടങ്ങിയതുണ്ട്. പിന്നെ വാളംപുളിയുണ്ട്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ വൃക്ഷങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ്. ഇതിപ്പോൾ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഈ കുടംപുളിയും വാളംപുളിയൊക്കെ. അത് കഴിഞ്ഞ് വീടിൻ്റെ ആ പരിസരത്ത് ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, നമുക്ക് കാണാം. അയ്യോ പയ്യൻ ഉറക്കമാണോ? ഞാനിത് മാറ്റി കൊടുക്കാം ഒന്ന് പറഞ്ഞുതരാം. വീട്ടിൽ വണ്ടി വെക്കണം. ഇത് കാച്ചാർന്ന് കഴിഞ്ഞാണ് ഒരു ഇത് കോപ്പി ചെയ്ത് നിർത്തിയതാണ്. പൊങ്ങിപ്പോയിട്ട് റംബൂട്ടാനാ. കൊല്ലം കുത്തി കാച്ചമാണ്. ഒരു കൊലയിൽ ഇതെന്നാ സാധനം? എഗ് ഫ്രൂട്ട്. ഇത് എഗ് ഫ്രൂട്ട്, മുട്ടപ്പഴം എന്ന് പറയുന്നൊരു ചെടിയാണത്. ഇത് സ്റ്റാർ ഫ്രൂട്ട്, ആ ചെറിയ ഇല. പിന്നെ അപ്പുറത്തൊരു മാവ് വേറെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കിണർ വെള്ളം, അതായത് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട്. അത് വേറെ ഇലയൊന്നും ചാടാതിരിക്കാൻ വേണ്ടി അങ്ങനെ നെറ്റിട്ടേക്കുവാണ്. പിന്നെ ഇവിടെ ഒരു മീൻകുളമുണ്ട്. മീൻകുളത്തിൽ മീനുണ്ട്. ആ ചേട്ടൻ തീറ്റ എടുക്കാൻ പോയിട്ടുണ്ട്. ആ തീറ്റയായിട്ട് അതേ ഉണ്ടോ. സ്കാർപ്പ്, സിലോപ്പിയ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അവർ വീട്ടാവശ്യത്തിന് വേണ്ടി വളർത്തുന്നതാണ്. ഇതെല്ലാം നമുക്കൊരു അസറ്റാണ്. ഈ മീൻകുളമൊക്കെ എല്ലാം ചെയ്തിട്ടിരിക്കുക. സിലോപ്പിയുണ്ട്, കാർപ്പുണ്ട്, പിന്നെ മറ്റേ ഷാർക്ക് എന്ന് പറഞ്ഞ വൈറ്റ്. ആ വെള്ള മീൻ ഷാർക്ക് എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. അതിൻ്റെ ബ്ലാക്കും ഉണ്ട്, വൈറ്റും ഉണ്ട്. ഇവിടെ ഇപ്പോൾ വൈറ്റ് മാത്രമേ ഉള്ളൂ. ഇവരെയൊക്കെ പിടിച്ചല്ലേ? എടാ ഇതല്ലാണ് മറ്റേ നോനിപ്പഴം. വളരെ പോഷകസമൃദ്ധമായ ഒരു ഫ്രൂട്ടാണ് ഈ നോനിപ്പഴം എന്ന് പറഞ്ഞ സാധനം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. ഇത് പ്രമേഹത്തിനൊക്കെ വളരെ നല്ലതാണെന്ന് പറയണു. പല വീക്കിലിയിലും പല ന്യൂസിലും ഒക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. നോനിപ്പഴം, പ്ലാവിൻ്റെ ഇല പോലത്തെ ഇല ഏകദേശം. പിന്നെ റംബൂട്ടാനുണ്ട്. റംബൂട്ടാനൊക്കെ നന്നായിട്ട് കാച്ചു നിൽപ്പുണ്ട്, നമുക്ക് കാണാൻ പറ്റും. മിക്കവാറും എല്ലാം ഫലവർഗ്ഗങ്ങളും ഉണ്ട്.
ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ പിസ്ത മരം കാണുന്നത്. പിസ്ത, ഇതാണ് പിസ്ത മരത്തിൻ്റെ പൂവുണ്ടോ. ഇങ്ങനെ പൂ വന്നിട്ട് പിന്നെ അത് കായാവുമെന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അടിപൊളി, നല്ല ഐശ്വര്യമുള്ള, നല്ല ഭംഗിയുള്ള പൂ. പിസ്ത നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാവുമെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇതപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പുള്ളി നട്ടു വളർത്തിയിട്ടുണ്ട്. ചേന, ചേമ്പ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാവൽ, ചാമ്പങ്ങ, പിസ്താമരം. ഇങ്ങനെയാണ് പിസ്താമരം ഇരിക്കുന്നത്. അതിൻ്റെ പൂ കണ്ടോ, ഇതാണ് പിസ്താമരത്തിൻ്റെ പൂ. ഇങ്ങനെ ഇതാണ്, ഈ പൂവാണ് പിന്നെ പിസ്തയായിട്ട് മാറുന്നത്, കായായിട്ട് മാറുന്നത്. ഇത് മംഗോസ്റ്റിൻ. ഇത് ഇപ്പം 3 വർഷമായി കാച്ചു തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല ഓരോ വർഷം കഴിയും തോറും കായ കൂടിക്കൊണ്ടിരിക്കും. 3 വർഷം ആയുള്ളൂ വച്ചിട്ട്. മംഗോസ്റ്റിൻ ഇവിടെ കാച്ച് കിടക്കുന്നത്, കുറേ കാച്ച് വീണുപോയി. ഇപ്പോൾ ഇനി എന്നാലും കാ കിടപ്പുണ്ടെന്ന് പുള്ളി പറയുന്നു. അതേ കിടപ്പുണ്ട്. അതെ മംഗോസ്റ്റിൻ. ഇപ്പോൾ ഓരോ വർഷം കഴിയും തോറും കായുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. പിന്നീട് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും, കിഴങ്ങുവർഗ്ഗങ്ങളുണ്ട് കേട്ടോ. നിൽക്കുന്ന കൂവയാണ് തോന്നുന്നു. അത് ഞാൻ ചോദിക്കാനും മറന്നുപോയായിരുന്നു. കൂവയെന്ന് തോന്നുന്നു. പിന്നെ ചേമ്പ്, ചേന, കാച്ചിൽ, അങ്ങനെ കൊടംപുളി, വാളംപുളി, തേക്ക്, കപ്പളമൊക്കെ നിറച്ച് കാച്ചി കിടക്കുക. ഇതുണ്ടോ, പപ്പായ, കപ്പളങ്ങയെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയൂ കേട്ടോ. പപ്പായ ചില നാട്ടിൽ അങ്ങനെ പറയുന്നു. എന്തായാലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ പട്ടിക്കൂടുണ്ട്. പട്ടി വളർത്താൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതുണ്ട്. പിന്നെ തൊഴുത്തിൽ ഇപ്പോൾ പശുവൊന്നുമില്ല. പിന്നെ വിറക് വര, അങ്ങനെ എല്ലാ സംഭവം ഇവിടെ ഉണ്ട്. നമുക്കിത് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് വേറെ പ്രത്യേകിച്ച് ഇനി വേറൊന്നും പണിയണ്ട, എല്ലാം ഉണ്ട്. ഇതുണ്ട് ജാതി ഇപ്പം ഒരു കായ്ച്ചിട്ട് കാ പറിച്ച് തീർന്നതിന് ശേഷം കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് ഓരോന്നാ കിടപ്പുണ്ട്. ഈ ജാതി മരത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ഇതിപ്പം ശരിക്കും തനി നാടൻ ജാതിയാണ്. അപ്പോൾ അത് ഓരോ വർഷം കഴിയുന്തോറും കാ കൂടിക്കൊണ്ടേയിരിക്കും. 100-200 വർഷമൊക്കെ ഇങ്ങനെ നിൽക്കും ഈ സാധനം. അതിന് മുകളിൽ നിൽക്കും. അപ്പോൾ അതിൽ ജാതിക്ക ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. ഓരോ വർഷം കഴിയുന്തോറും കാ കൂടിക്കൊണ്ടിരിക്കും. ഒരു വരിക്കപ്ലാവുണ്ട്, നന്നായിട്ട് കായ്ച്ച് കുറേ ചക്ക ഇട്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോഴും നിൽപ്പുണ്ട് ചക്കയൊക്കെ. ഇത് വരിക്കപ്ലാവാണ്. ഇത് തേൻ വരിക്ക എന്ന് പറയുന്ന ഒരു ഇനമാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പിന്നെ ഒരു വലിയ കൂഴപ്ലാവ് നിൽപ്പുണ്ട്, കൂഴച്ചക്ക ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് അടയൊക്കെ ഉണ്ടാക്കാൻ, നല്ല ചക്ക ഇങ്ങനെ വരട്ടിയെടുത്ത് അടയൊക്കെ ഉണ്ടാക്കാൻ സൂപ്പറാണ് കോഴിച്ചക്ക. വരിക്ക ചക്കയും നല്ലതാണ്, കോഴിച്ചക്ക. പിന്നെ അങ്ങനെ ഈ പഴുത്തിട്ട് ചില ആൾക്കാർക്ക് ഇഷ്ടമില്ല, പക്ഷേ അടയാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. ഇവിടെ നോനിപ്പഴത്തിൻ്റെ ഒരു തൈ. പല സ്ഥലത്തും ചെറുതേനീച്ച
കൂട് കൂട്ടിട്ടുണ്ട് കേട്ടോ. ആ ആ ആ അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം. ദേ ഈ ആ സിറ്റൗട്ടിൽ തന്നെ ഇട്ടിരിക്കുന്ന മാർബിൾ കണ്ടോ, ഒറ്റ പീസാട്ടോ അത്. ലൈറ്റ് കിട്ടാലോ ചേട്ടാ. പിന്നെ കയറി ചെല്ലുമ്പോൾ നല്ല വാതിലിൻ്റെയൊക്കെ ഡിസൈൻ കണ്ടോ, നല്ല ഡിസൈൻ. ഈ നിലത്തിട്ടിരിക്കുന്ന കണ്ടോ മാർബിൾ, ഇത് ഗ്രാനൈറ്റ് അത് പീസ് കണ്ടോ, വലിയ പീസാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ ജോയിൻ്റേ ഉള്ളൂ, ഇത് ആ കാണുന്ന ഒരു ഒന്ന്, അങ്ങനെ വലിയ പീസാണ് ഇട്ടേക്കണേ. ഇത് ഡൈനിങ് ഏരിയ. ഇതൊരു ബെഡ്റൂമാണ്. 12 സൈസാട്ടോ. 12 അടി 12 അടി നീളം, 12 അടി വീതി, അങ്ങനെ വലിയ ബെഡ്റൂം. ബാത്ത് അറ്റാച്ചഡാണ്. അങ്ങനത്തെ 2 ബെഡ്റൂമുണ്ട്, രണ്ടും ബാത്ത് അറ്റാച്ചഡാണ്. പിന്നെ ഡ്രസ്സിങ് ഏരിയ, ഇത് ഡൈനിങ് ഏരിയ. ഒരു വാഷ് ബേസിൻ അവിടെ ഉണ്ട്. പിന്നെ ഇതൊരു വലിയ ബെഡ്റൂം. സൈസ് എത്രയാണ് വരുന്നത്? 12 ഈ 12 എത്ര ബെഡ്റൂം ഉണ്ട് ഇവിടെ? 2 അതൊരു ബെഡ്റൂം ആയിരിക്കും അല്ലേ? ഇതും 12 ആണോ? ലൈറ്റ് കിട്ടേക്കാം. ഇതടുത്തൊരു വലിയ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭിത്തിയിൽ തന്നെ മിക്ക ബെഡ്റൂമിലും അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് സെപ്പറേറ്റ് വെച്ചേക്കണതാണ്. അപ്പുറത്തൊക്കെ ഭിത്തിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഇതിനകത്തുണ്ട്. അത് ഡ്രസ്സിങ് ഏരിയ. ബാത്റൂം അവിടെ ഉണ്ട്, ബാത്ത് അറ്റാച്ചഡാണ്. എല്ലാ ജനലേക്കും 2 വാളിയെങ്കിലും നെറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ജനലിൽ എല്ലാ മുറിയിലെയും ബാക്കി എല്ലാ കംപ്ലീറ്റ് ജനലുകളിലും 2 എണ്ണമെങ്കിലും നെറ്റ് അടിച്ചിട്ടുണ്ട്. കൊതുകിൻ്റെ നെറ്റ് അടിച്ചിട്ടുണ്ട് 2 എണ്ണത്തിലെങ്കിലും. ഇതാണോ ബാത്റൂം? പിന്നെ ഇത് അടുക്കള. അടുക്കള മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ള അടുക്കള. എല്ലാം മറ്റേ പ്ലൈവുഡും കൊണ്ട് ഒന്നുമല്ല ഈ കബോർഡൊക്കെ ചെയ്തേക്കണം കേട്ടോ. എല്ലാം തടി തന്നെയാണ്. ഇതുണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഇതിലാണ് ചെയ്തേക്കണേ, നന്നായിട്ട്. ഇത് മറ്റേ പുകയെടുപ്പിൻ്റെ ഏരിയ കേട്ടോ. ആ വാതിലടച്ചിട്ടേക്കണം. അവിടെ പുകയുള്ള കാരണം അവരത് അന്നേരം തുറക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ അതും കൂടെ കാണിച്ചു തരാമായിരുന്നു. ഇത് വർക്ക് ഏരിയ. പിന്നെ ഇതിൻ്റെ മുകളിൽ റൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1800 സ്ക്വയർ ഫീറ്റും റൂഫ് ചെയ്തേക്കണതാണേ. നമുക്കൊന്ന് കാണാം. ഉള്ളവരുടെ കുറേ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, മൊത്തം റൂഫ് ചെയ്തേക്കുക. ഇത് മറ്റേതല്ലേ? അടിപൊളിയായിട്ട് റൂഫ് ചെയ്തേക്കണേ. ഈ മോളിലൊക്കെ എന്തെങ്കിലും ബിസിനസ് സംഭവം തുടങ്ങാൻ പറ്റിയ ഏരിയയാണിത്. അത്രയും സ്ക്വയർ ഫീറ്റ്, 1800 സ്ക്വയർ ഫീറ്റോളം ഇത്രയും വലിയൊരു ഹാള് പോലെ കിട്ടും. എന്തെങ്കിലും ഇത് വീട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങാനായിട്ട് ഉള്ള ഏരിയയായി. പ്രത്യേകിച്ചൊരു ഷെഡ് വേറെ പണിയേണ്ട ആവശ്യമില്ല. മൊത്തം 3 ബെഡ്റൂം ആട്ടോ. 3 ബെഡ്റൂം. അതിൽ തന്നെ
ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുകൾ, 800 സ്ക്വയർ ഫീറ്റ്. പിന്നെ ഒരു കോമൺ ബാത്റൂമുണ്ട്, പിന്നെ പുറത്തൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. ഇത് ഒറ്റ പീസല്ലേ? ഇത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വിലയിലേക്കൊന്ന് കിടക്കാം. അതായത് ഡയറക്റ്റ് നമ്മൾ വിലയിലേക്ക് കിടക്കുകയാണ്. അതായത് പുള്ളി ചോദിക്കുന്നത് ഒരു സെൻറ്റിന് 1,05,000 രൂപ വെച്ചാണ് ചോദിക്കുന്നത്. അത് ഒരുപാടൊന്നും ഇപ്പം കുറയ്ക്കില്ലായിരിക്കും. ഒരു കച്ചവടം ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ചെയ്തു തരും. അപ്പോൾ അത് സംശയമില്ലാത്ത കേസാണ്. പക്ഷേ ഒരുപാടൊന്നും നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ്. ഇത്രയും ഡീറ്റെയിലെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ 2 നമ്പർ കൊടുത്തേക്കാം. ഓക്കെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ എല്ലാവരും.